ഇപ്പോൾ എല്ലാ മേഖലയിലും കച്ചവടമായി മാറിയിരിക്കുന്നു. എല്ലാ മേഖലയും. അതുപോലെ തന്നെ ഭക്തിമാർഗവും ഭക്തിപരമായ കേന്ദ്രങ്ങളിലും വെറും കച്ചവടം മാത്രമാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. അമ്പലത്തിൽ ഒരാൾക്ക് തന്ത്രിമാർക്ക് ഇത്ര പൈസ കൊടുത്താലേ തന്ത്രിമാർ വരുള്ളൂ. അതുപോലെ ഭാഗവത സപ്താഹവും മറ്റ് എല്ലാ പ്രഭാഷണങ്ങളും ചെയ്യുന്നവർ അവരും പൈസയിലാണ് നോക്കുന്നത്. പൈസയിലാണ് ശ്രദ്ധ. ഇപ്പം സ്വന്തം ജീവിതത്തിൽ ലാളിത്യം പുലർത്താൻ ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവർക്കും പണം മാത്രമാണ് മുഖ്യം. അതുപോലെ ശാന്തിക്കാരാണെങ്കിലും ശാന്തിക്കാർക്ക് ഇത്ര പൈസ കിട്ടിയാലേ അവർ വരുള്ളൂ. ദിവസത്തേക്ക് 1000 2000 ഒക്കെ വാങ്ങുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ദിവസ ശാന്തിക്ക് മാത്രം. അതുപോലെ എല്ലാ മേഖലയിൽ കടന്നു വന്ന പോലെ ഈ ഭക്തിമാർഗത്തിലും ഇങ്ങനെ ഇതാണ് കച്ചവട മനസ്ഥിതിയാണ് എല്ലാവർക്കും ഇപ്പോഴുള്ളത്. 7 സപ്താഹത്തിന് ഇത്ര 1000 വേണമെന്നുള്ള ഓരോരുത്തർ പറയുക. സപ്താഹം നടത്തുന്നവർ പറയുക. അതുപോലെ തന്ത്രിമാർ പ്രതിഷ്ഠാകർമ്മങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ ഈ പ്രതിഷ്ഠയ്ക്ക് ഇത്ര നമ്പൂതിരിമാരെ കൊണ്ടുവരണം. ഓരങ്ങോട്ട് പറയുക. ഇത്ര നമ്പൂതിരിമാരെ കൊണ്ടുവരണം, ഇത്ര ദിവസം വേണം. അതിനൊക്കെ ആയിരക്കണക്കിന് ഉറുപ്പികയാണ് ഓരോരുത്തർ വാങ്ങുന്നത്. അതുപോലെ പലതിനും കൊടിമരം നാട്ടുക, അതൊന്നും ശരിക്കും ആവശ്യമില്ലാത്ത പരിപാടിയാണ്. കൊടിമരം നാട്ടുക എന്നൊക്കെ ഉള്ളത് അതൊക്കെ അപ്പം അടുത്ത് തുടങ്ങിയതാണ്. ക്ഷേത്രങ്ങൾ വലുതായപ്പം തുടങ്ങിയതാണ്. എല്ലാത്തിനും കച്ചവട മനസ്ഥിതിയാണ്. ഇപ്പോൾ ശബരിമല തന്നെ കണ്ടില്ലേ? ശബരിമലയിൽ കട്ടിലപ്പാളി സ്വർണം പൂച്ചതൊക്കെ എടുത്ത് വിറ്റു. അതുപോലെയാണ് ഓരോരോ ക്ഷേത്രങ്ങളിലെ സ്ഥിതി തന്നെയാണ്. ഗവൺമെൻറ് എന്നുള്ള ദേവസ്വം ബോർഡിൽ നിന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും എങ്ങനെ കക്കാന്നുള്ള ഇതാണ് നോക്കുക. എല്ലാ ക്ഷേത്രങ്ങളിലും ആ കമ്മിറ്റിക്കാരെങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ളതാണ് നോക്കുക. ക്ഷേത്രത്തിൻ്റെ മുതലേ എങ്ങനെ കക്കാം, എങ്ങനെ പൈസക്കാരാവുക, അതാണ് ഓരോരുത്തരും ചിന്ത. അല്ലാതെ ഭക്തിയല്ല. ഇപ്പോൾ ഭക്തിയുള്ളവർ എത്രയോ കുറവാണ്. ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ എത്രയോ കുറവാണ്. എത്രയും കച്ചവടമാണ്. പണ്ട് കാലത്തൊക്കെ ആത്മാർത്ഥമായ ഭക്തിയായിരുന്നു. പണ്ട് കാലത്ത് ഞങ്ങൾ കുട്ടികളാകുമ്പോൾ നാരായണ നമഃശിവായ, നാരായണ അച്യുതായ നമഃ, അനന്തായ നമഃ, ശ്രീകൃഷ്ണായ നമഃ, അങ്ങനെ 9 മന്ത്രങ്ങളുണ്ടാവും. അതൊക്കെ ജപിച്ചിട്ടാണ് സന്ധ്യാസമയത്ത് എല്ലാവരും ജപിക്കുകയും നമഃശിവായ, നാരായണായ നമഃ, അച്യുതാനന്ദായ നമഃ, ശ്രീകൃഷ്ണായ നമഃ, ഗോപാലായ നമഃ, ശ്രീകൃഷ്ണായ നമഃ എന്നൊക്കെ ജപിച്ചുകൊണ്ട് അങ്ങനെയാണ്. ഇപ്പോൾ അതൊന്നും കേൾക്കാൻ തന്നെ ഇല്ല. ഇപ്പോൾ സന്ധ്യാനാമം എന്നുള്ള പരിപാടി തന്നെയില്ല. സന്ധ്യാനാമം രാവിലെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക, സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക, അങ്ങനത്തെ ചിട്ടകൾ തന്നെയില്ല. നമ്പൂതിരിമാരെല്ലാം കൂടി ഇല്ല. എത്രയോ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്ത് കച്ചവട മനസ്ഥിതി വന്നുപോയി. അതുകൊണ്ട് എല്ലാ തരത്തും നാശമാണ് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ഗുരുവായൂരൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഗുരുവായൂർ എന്തൊക്കെ കള്ളത്തരം നടത്തുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരും. അതുപോലെ വലിയ വലിയ ക്ഷേത്രങ്ങളൊക്കെ തന്നെയാണ് പരിപാടി. പൈസ എങ്ങനെ കിട്ടാമെന്ന്, പൈസ എങ്ങനെ മറ്റുള്ളവരുടെ പൈസ എങ്ങനെയെങ്കിലും മോഷ്ടിക്കുക എന്നുള്ള പരിപാടിയാണ് എല്ലാവർക്കും നടത്തുന്നത്.